തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതൻ്റെ കാര്യത്തിൽ ഈ വരുന്ന 31-ഒരു തീരുമാനമാകും. തീരുമാനം എന്തായാലും 31-ാം തീയതിയത്തെ യോഗവും അടിച്ച് പിരിയാനാണ് വഴി. കൗൺസിൽ സമാനതകളില്ലാത്ത സംഘർഷ സാധ്യത പോലും തിരുവനന്തപുരം കൗൺസിലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സുഗതൻ ഇപ്പോഴും കാപ്പ കേസിൽ പ്രതിയായിട്ട് തൃശ്ശൂരിലാണ്. കാപ്പ കേസുകളിൽ 6 മാസം തടവാണ്. കാപ്പ കരുതൽ തടങ്കലാണ്, 6 മാസം തടവ്. ഈ 6 മാസം തടവ് വരെ സുഗതന് യാതൊരുവിധ മറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ല എന്നാണ് ഈ കാപ്പ നിയമം പറയുന്നത്. അതായത് ജയിലിന് പുറത്തേക്ക് പോകാൻ അവകാശമില്ല. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ പോലും കാപ്പ കേസിലെ പ്രതിയായ സുഗതന് ജയിലിനുള്ളിൽ വെച്ച് നടത്തേണ്ടി വന്നത്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മറ്റ് സമാനമായ കേസുകളിലൊക്കെ ജാമ്യം കൊടുക്കുകയും അവർക്ക് അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം കാപ്പ കേസ് ചുമത്തിയത് കൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. ഈ കാപ്പ കേസ് ചുമത്തിയത് തന്നെ CPM-ന്റെ വളരെ CPM ഇടതു ഭരണകാലത്താണ് ഈ സുഗതന്റെ നടപടിക്രമങ്ങൾ എപ്പോഴാണ് ആരംഭിക്കുന്നത്. അത് അവർ വളരെ ബുദ്ധിപരമായിട്ട് അവർക്ക് സുഗതനെ 6 മാസം ജയിലിൽ കിടത്തണം, 3 മാസം ഇത് വരരുത് എന്ന വളരെ വ്യക്തമായ രാഷ്ട്രീയ പദ്ധതിയോടെ ആവിഷ്കരിച്ചാണ്. അപ്പം അത് ഫലം കാണുന്നു. എന്തായാലും 3 തവണ അദ്ദേഹം പങ്കെടുക്കാത്ത ഒരു സാഹചര്യം ഇതോടെ വരും. പക്ഷേ ഈ മാസമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ BJP-ക്ക് അങ്ങനെ ന്യായം പറയാം, ഈ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണല്ലോ അംഗമാവുന്നത്. അല്ല, അതാണ് നിയമപരമായിട്ട് അതാണ് നിലനിൽക്കുന്നതാണ് പറയുന്നത്. ഇപ്പോഴാണ് അയാൾ ശരിക്കും അംഗമാകുന്നത്. അപ്പൊ കോടതിയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. അതായത് ഇതിനു മുമ്പ് നടന്ന കൗൺസിൽ യോഗങ്ങളൊന്നും അസാധുവാക്കില്ല. ഇതിനു മുമ്പ് നടന്ന കൗൺസിൽ യോഗങ്ങളിൽ നടന്ന തീരുമാനങ്ങളും അസാധുവാക്കില്ല. പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. അതിന് 20 കൗൺസിലർമാർ അയോഗ്യരായതുകൊണ്ട് നേരത്തെയുള്ള കൗൺസിൽ യോഗങ്ങൾ അസാധുവാക്കിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിന് ശേഷമുള്ള ഈ കൗൺസിൽ യോഗങ്ങൾ മാത്രമാണ് ഈ രീതിയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ളതായിട്ട് കണക്കാക്കുക. അങ്ങനെ വരുമ്പം സുഗതന് 3 കൗൺസിൽ യോഗങ്ങളായിട്ടില്ല. ഇത് സുഗതന്റെ 1ാമത്തെ കൗൺസിൽ യോഗമാണ്. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ മറ്റ് കൗൺസിൽ യോഗങ്ങളിലെ തീരുമാനങ്ങളിലൊക്കെ സുഗത ഒപ്പിട്ടിട്ടുണ്ട്. അല്ല, അതിന് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു വലിയ നിയമ ചർച്ചകളിലേക്ക് ഈ വിഷയം പോകും. അതെ, വലിയ നിയമ ചർച്ചകളിലേക്ക് പോകും. എന്തായാലും CPM വളരെ ശക്തമായി തന്നെ ഇത് ഏറ്റെടുക്കും. ഇത് മേയർ ചിലപ്പോൾ അവധി അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അവധി അപേക്ഷ തള്ളാൻ സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കേൾക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ BJP-യുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ട് ഡൽഹിയിൽ നിന്ന് വലിയൊരു നിയമോപദേശം ഇക്കാര്യത്തിൽ മേയർക്ക് കിട്ടിയിട്ടുണ്ടെന്നും അത് മേയറുടെ കയ്യിലുണ്ടെന്നും ഈ ജനപ്രാതിനിധ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ തന്നെ ഇതിനെ മറികടക്കാനുള്ള വ്യവസ്ഥകളുമുണ്ട് എന്ന തരത്തിലാണ് ഡൽഹിയിൽ നിന്ന് നിയമോപദേശം. ഡൽഹിയിലെ ഏറ്റവും മിനിറ്റിന് ലക്ഷങ്ങൾ കിട്ടുന്ന അഭിഭാഷകനാണ് BJP-യുടെ കേന്ദ്ര നേതൃത്വവും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെട്ട് അതിൻ്റെ നിയമവശങ്ങൾ പഠിച്ച് മേയറെ കാര്യങ്ങൾ അറിയിച്ചതെന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് മേയർ കോൺഫിഡൻറ്റ്. പക്ഷേ മേയർ ഇപ്പോഴും എല്ലാ മാസവും കൗൺസിൽ യോഗം ചേരണമെന്നാണ് ചട്ടം. ഈ ജൂലൈ മാസത്തിലെ കൗൺസിൽ യോഗം അവസാന ദിവസമാണ് വിളിച്ചിരിക്കുന്നത്, 31-ാം തീയതി. അതാണ്. അതെ, അപ്പോൾ ഈ 31 എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ദിവസങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ പോലും മറ്റന്നാളാണ് നിയമപരമായ കാര്യങ്ങൾ നാളെ ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കും എന്ന്. അതെ, നാളെ 29, നാളെ 29, മറ്റന്നാൾ 30. അതിന്റെ വെള്ളിയാഴ്ച. അപ്പോൾ 2 ദിവസം കൊണ്ട് 2 ദിവസത്തിനിടയിൽ എന്തെങ്കിലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവും. അതായത് ഈ മാസം മുഴുവൻ ഒരു സാധ്യത സുഗതന്റെ കാര്യത്തിൽ ഇട്ടുകൊണ്ടാണ്. ഈ ജയിലിൽ കിടന്നുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം കിട്ടുമോ? അതായത് വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതെ, അങ്ങനൊരു ചിലപ്പോൾ വന്നേക്കും. അതെ, അത് പക്ഷെ അപ്പൊ ഭൗതികമായിട്ട് ഇത് ഒപ്പ് രേഖപ്പെടുത്തണ്ടേ? ഒപ്പൊക്കെ ഇപ്പൊ ഡിജിറ്റൽ ഒപ്പിന്റെ കാലമാണ്. അതെ, അത്തരം ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ഇതിലേക്ക് BJP പോകുന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ പോയി ചോദിക്കാം. BJP-ക്ക് ഈ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഉറ്റുനോക്കുന്നത് ഈ ഒരു കോർപ്പറേഷനിൽ, കാരണം ഒരു ഭയങ്കര യാദൃച്ഛികത, ഒരു ക്ലൈമാക്സ്, ഒരു ത്രില്ലറിൽ പോകുന്ന ഒരു സിനിമ പോലെയാണ്. ഇപ്പൊ സുഗതൻ അവധി അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അവധി അപേക്ഷ കൗൺസിലാണ് പാസ്സാക്കേണ്ടത്. മേയർക്ക് ഒരു തീരുമാനം എടുക്കാം. ജോലിക്ക് പോയതൊന്നും അല്ലല്ലോ, ജയിലിൽ പോയതല്ലേ. അപ്പോൾ 101 അംഗങ്ങളാണ് ഈ കൗൺസിലുള്ളത്. അതെ, ഈ സുഗതൻ ഇല്ലാതാവുമ്പോൾ ഇത് 100 ആവും. 100 ആവുമ്പോൾ BJP-ക്ക് 51 ഉണ്ട്, സുഗതൻ ഇല്ലാതാവുമ്പോൾ 50 ആവും. അപ്പം ഈ മേയർക്കെതിരെ ഒരിക്കലും അവിശ്വാസം കൊണ്ടുവന്ന് പാസ്സാക്കാൻ പറ്റില്ല. കാര്യം 51 പേരുണ്ടെങ്കിൽ അവിശ്വാസം പാസ്സാവും, അത്രേ ഉള്ളൂ. 50 പേരുണ്ടെങ്കിൽ സമാസമത്തിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അവിശ്വാസം, അതുകൊണ്ടാണ് പ്രതിപക്ഷ അവിശ്വാസം കൊണ്ടുവരാത്തത്. പക്ഷേ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് മേയർ വയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ 50 ഉള്ളൂ. അതെ, അപ്പൊ 51 ഉണ്ടെങ്കിൽ മാത്രമേ മേയർക്ക് ഇത് പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പോഴും UDF-ൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് വിമതനായി ജയിച്ചു വന്ന വേറൊരു വിമതൻ അവിടെ ഉണ്ട്. വിമതനായ കൗൺസിലറുണ്ട്. അദ്ദേഹം ഈ ഒരു നിലപാടും പറയാത്ത വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ആ പുള്ളി ഒരു ഫൈറ്റ് ചെയ്ത് ജയിച്ചു വന്ന വ്യക്തിയാണ്. ഈ തീരമേഖലയിൽ നിന്നാണ് ജയിച്ചു വന്നത്.
ആ വ്യക്തി എടുക്കുന്ന നിലപാട് ഭയങ്കര നിർണായകമായിരിക്കും. അല്ല, അദ്ദേഹത്തിന്റെ ഒരു നിലപാട് കാരണമാണ് കഴിഞ്ഞ തവണ ഇവർ ഇത് കൊടുക്കാഞ്ഞത്. അവിശ്വാസ പ്രമേയത്തിൽ ആ പുള്ളി ഒപ്പിട്ടിരുന്നില്ല, ഒപ്പിടത്തില്ലെന്ന് പറഞ്ഞു, ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവർ കൊടുക്കാഞ്ഞത്. അത് ഈ തിരുവനന്തപുരത്ത് ബി രാജേഷ് എന്ന് പറഞ്ഞ മേയർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളും ജനകീയനായി മാറിയതിന്റെയൊക്കെ ഒരു ആകെത്തുക മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം മാറിയത്. CPM-ന്റെ പ്രശ്നം എന്താ? ശരിക്കും CPM-ന്റെ പ്രശ്നം ഇവിടുത്തെ അവർ നടത്തിയ അഴിമതിയെല്ലാം പിടിക്കപ്പെട്ടു, അതല്ലേ അവരുടെ പ്രശ്നം. അതെ, ആ ഒരു പ്രശ്നം. അത് മാത്രമല്ല, ഇവന്മാരെ എല്ലാം ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന വേറൊരു വസ്തുതയും കൂടെയാണ്. എപ്പോഴാണോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്, അപ്പോഴാണ് മാസപ്പടി കേസ് ചർച്ചയാവുന്നത്. അതെ, കഴിഞ്ഞ തവണ സുഗതന്റെ വിഷയവും കൗൺസിൽ യോഗമൊക്കെ വന്നപ്പോഴായിരുന്നു ED റെയ്ഡും എല്ലാം ഉണ്ടാകുന്നത്. പിന്നെ കുറെ കാലം നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല. ഇപ്പൊ വീണ്ടും മാസപ്പടി റെയ്ഡ് കേസ് വന്നു, ചർച്ചയാവുന്നു, വീണയുടെ മൊഴി വരുന്നു, എക്സാലോജിക്കലിന്റെ മൊഴി വരുന്നു, കർത്തയുടെ കാര്യങ്ങൾ വരുന്നു, പിണറായി വിജയനാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ഈ സമയത്താണ് ഈ കൗൺസിൽ യോഗം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് വളരെ വ്യാപകമായ രീതിയിൽ കേന്ദ്ര ഏജൻസികൾ വരുന്നത് പ്രചരിപ്പിക്കുന്നു. അപ്പം ഒരു വിഭാഗം വിശ്വസിക്കുന്നത് CPM ഒന്നും ചെയ്യില്ല എന്നാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷന് ബഹളം ഉണ്ടാക്കി ഇങ്ങനെ നിർത്തുമെന്നുള്ളതല്ലാതെ കാര്യഗൗരവമായി ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഇവർക്കില്ല, അവർക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കക്ഷത്തിൽ തലയാണ്. EDയുടെ കക്ഷത്തിലാണ് പിണറായി വിജയന്റെ തല ഇരിക്കുന്നത്. മാത്രമല്ല, മകളുടെ മൊഴി ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞു, കർത്തായുടെയും പുറത്തു വന്നു, രണ്ട് കൂട്ടരും തള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം പിണറായി വിജയൻ ഓൺ ദ സ്റ്റാൻഡിന് മണ്ടയ്ക്ക് ഇപ്പൊ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. വേറെ അപ്പുറം ഇപ്പുറം ഒക്കെ മകളും കർത്തയെല്ലാം വെച്ചിട്ട് പോയി. ശരിക്കും VV രാജേഷ് തൻ്റെതായ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. VV രാജേഷിന്റെ ചിറകരിയണമെങ്കിൽ സുഗതന്റെ വലിയ പ്രതിസന്ധിയായി മാറും. പക്ഷെ സുഗതനെ അയോഗ്യനാക്കാൻ പറ്റില്ല, അത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടും. കാരണം അതിന്റെ ഒരു സൂചനയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അന്ന് നൽകിയത്. അന്ന് എന്താ പറഞ്ഞേ? ജനഹിതം ഇത്രയും ഇത്രയും വലിയ ക്രിമിനൽ ആണെങ്കിൽ എങ്ങനെ ഇയാൾ ആ വാർഡ് ജയിച്ചു? പ്രസക്തമായ ചോദ്യം. ഏറ്റവും CPM-ന്റെ കുത്തക സീറ്റാണ്. അതെ, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്യുന്ന വാർഡാണ്. നിങ്ങളുടെ വാർഡാണ്, എൻ്റെ വാർഡ് തന്നെയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു കാര്യം പറയാം, സുഗതനായതുകൊണ്ടാണ് ജയിച്ചത്. പക്ഷേ ഇനി ആ സ്ഥിതി മാറാം. കാര്യം BJP അധികാരത്തിൽ വന്നു, മേയറുടെ ഒരു ജനകീയ പ്രതിച്ഛായുണ്ട്. വേണമെങ്കിൽ BJP ഇനി ജയിക്കാം. പക്ഷേ കഴിഞ്ഞ തവണ സുഗതനായതുകൊണ്ട് മാത്രമാണ്. സുഗതൻ അത്ര ജനകീയനാണ്. സുഗതൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ സുഗതൻ ഒരു വലിയ ക്യാമ്പയിനാണ് അവിടെ നടത്തിയത്. വലിയ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരു മാസ്മരികമായ ക്യാമ്പയിൻ. എല്ലാ വീടുകളിലും പോകുന്നു, ഒരു 10-15 മിനിറ്റ് ആ വീട്ടിൽ സംസാരിക്കുന്നു. അങ്ങനെ ജയിക്കണമെന്ന് പറയുമ്പോൾ ഈ സുഗതനെ പറ്റി പറയുമ്പം സുഗതൻ എന്ന് പറയുന്ന സുഗതന്റെ കൂട്ടുകാരൻ ഉണ്ട്, മൂന്നാമത് ഷാജി എന്നാണ് പേര്. അദ്ദേഹം ആയിരുന്നു പഴയ കൂട്ടുകാരൻ. CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചു. ഇവർ തമ്മിൽ ബിസിനസ് ഉണ്ടായിരുന്നു, ഇവർ തമ്മിൽ ഒരുമിച്ചാണ് വളർന്നത്. ഇവർ തമ്മിലായിരുന്നു എല്ലാ കൂട്ടുകച്ചവടം. ഈ സുഗതനെതിരെ ആരോപിക്കപ്പെടുന്ന കേസുകളിൽ പകുതിയും ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ഉണ്ടായ കേസുകളാണ്. ഈ പുള്ളിയുടെ. അപ്പം ഇവർ തമ്മിൽ പിന്നീട് തെറ്റുന്നു, പല കാരണങ്ങളാൽ ഇവർ തമ്മിൽ തെറ്റിയിട്ട് ഇദ്ദേഹം മത്സരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിനെ തോപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് സുഗതൻ കൗൺസിലറായി മത്സരിക്കുന്നത്. അല്ല, സുഗതന് കൗൺസിലറായി മത്സരിക്കണമെന്നോ ജയിക്കണമെന്നോ ഒന്നും ഇതിനു മുമ്പ് ആഗ്രഹമില്ല. ഷാജി സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം. അത് മാത്രമല്ലേ, സുഗതന്റെ കുറ്റകൃത്യങ്ങളൊന്നും ഒരിക്കലും ഈ കാപ്പ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നാണ് നിയമവിദഗ്ധരായിട്ടുള്ള. അതെ, സാമൂഹിക വിരുദ്ധ അതിക്രമം തടയൽ എന്നുള്ളതാണ് ഈ കാപ്പ എന്ന് പറയുന്ന സംഭവം. ഇതിനകത്ത് സുഗതൻ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. സമൂഹത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനം എനിക്ക് വ്യക്തമായി അറിയാവുന്ന അവസാനത്തെ 3 കേസുകളാണ്. സുഗതനുമായി ബന്ധപ്പെട്ട അവസാനത്തെ 3 കേസുകളാണ് എനിക്ക് വ്യക്തമായി അറിയാം. ഒന്നെന്ന് പറഞ്ഞാൽ വാഴോട്ട് കോണത്തെ ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനം, അത് അന്നത്തെ MLA ആയ പ്രശാന്ത് നിർവഹിക്കുന്നു. പ്രശാന്ത് സുഗതനാണ് കൗൺസിലർ. അംഗനവാടി എന്ന് പറഞ്ഞാൽ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഒരു ഓഫീസാണ്. ഇതിന്റെ ഉദ്ഘാടനം ഇലക്ഷന് തൊട്ട് മുമ്പ് പ്രശാന്ത് കൗൺസിലറായ സുഗതനെ അറിയിക്കാതെ നടത്തുന്നു. അത് തടഞ്ഞു എന്നുള്ളതാണ്. അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചില്ല. പുള്ളി ഓഫീസ് മുറി പൂട്ടിയെടുത്തു. യഥാർത്ഥത്തിൽ സുഗതന് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ സുഗതൻ പ്രശാന്തിനെതിരെ കേസ് കൊടുത്തില്ല എന്നുള്ളതാണ് സുഗതന് പറ്റിയ തെറ്റ്. കാര്യം വേണമെങ്കിൽ സുഗതൻ ആരോപിക്കാം പ്രശാന്ത് അതിക്രമിച്ച് കടന്നത്. കാര്യം അംഗനവാടി കോർപ്പറേഷന്റെ ആണ്, അത് അവിടെ ഉണ്ടായില്ല. പിന്നെ അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു അക്രമത്തിലേക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സുഗതനെ അവിടെ ഉള്ള നാട്ടുകാർ കൗൺസിലർ എന്ന നിലയിൽ വിളിച്ചു വരുത്തിയാണ്. അപ്പൊ അതിന്റെ പേരിലുണ്ടായതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മൂന്നാം മൂട്ടിൽ BJP-യും പോലീസുമായിട്ടുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ട് ഒരു ഭാഗത്ത് പോലീസുമായി ഉണ്ടായ ഒരു രാഷ്ട്രീയമായ പ്രതിഷേധത്തിന്റെ പ്രതിഫലമായി ഉണ്ടായ കേസ്. ഞാൻ പറഞ്ഞേ, ഇതൊന്നും സാമൂഹ്യ വിരുദ്ധ അതിക്രമം തടയൽ അല്ലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അല്ല ഇതൊന്നും. ഇതെല്ലാം ക്രൈമാണ്. പക്ഷേ അത് വേറെ ക്രൈമാണ്. പക്ഷേ ഇത് വെച്ച് അത് വളരെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ
വാഴോട്ട് പോണത് ഇലക്ഷൻ ഉണ്ടായാൽ BJPക്ക് ജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് CPM അറിയാം. കാര്യം സുഗതനായിട്ടാണ് ജയിച്ചത്. അതെ. അപ്പൊ അതിന്റെ അവസരം മുതലെടുക്കാൻ വേണ്ടി തന്നെയാണ് ആ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് പോവുക എന്നുള്ള എടുത്താൽ പ്രതിസന്ധിയാണ്. അതെ, എടുത്താൽ. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. ഇപ്പം ഇത് നടത്തിയിട്ട് ഇത് ഭൂരിപക്ഷം കിട്ടി, ഇപ്പം BJP പിന്നെ CPM ജയിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോഴും കോൺഗ്രസിന്റെ സഹായത്തോടെ അവർക്ക് ഭരിക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു സ്വതന്ത്രനും കൂടെ അനുകൂല നിലപാടുകൾ ഇപ്പോഴത്തെ പോലെ മാഞ്ഞു നിൽക്കുകയും BJPക്കൊപ്പം ചേരുന്നത് ഇത് പൊളിഞ്ഞു പോകും. ഈ പരിപാടി തന്നെ പൊളിഞ്ഞു പോകും. എന്തായാലും സുഗതൻ അതായത് ഒരു കൗൺസിലറായ സുഗതൻ കേരള രാഷ്ട്രീയത്തെ മുഴുവൻ ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രവുമായി മാറി എന്നുള്ളതാണ്. അതാണ്. എന്താണെങ്കിലും CPM-ന് നല്ല ഭയമുണ്ട് സുഗതനെ, അല്ലേ? അതെ, CPM-നും ഉണ്ട്. സുഗതനെ മാത്രമല്ല, BJP കോർപ്പറേഷൻ ഭരിക്കുന്നതിനോട് അവർക്കൊരു നല്ല ഭയമുണ്ട്. കാരണം ഇവരുടെ തരികടകളെല്ലാം പിടിച്ചല്ലോ. ഇവരുടെ കയ്യേറ്റങ്ങളും ഇവർ പണിത് വെച്ച അഴിമതികളും മൊത്തം രാജേഷ് കണ്ടെടുത്തു. അതേപോലെ VV രാജേഷ് മേയറായി തുറന്നാല് തിരുവനന്തപുരത്ത് CPM-ന്റെ ഭാവിയെ കുറിച്ച് പോലും അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുണ്ട്. അതാണ് യഥാർത്ഥ വിഷയം. കാര്യം ഇവര് രണ്ടുപേരും തിരുവനന്തപുരത്തെ ഹൈന്ദവ വോട്ടുകളിൽ മാനേജ് ചെയ്യുന്ന ഒരാളാണല്ലോ. ഹൈന്ദവ വോട്ടുകളിലേക്ക് ജനകീയനായ മേയർ ഇടിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനപക്ഷ ഏകീകരണം പോലും കോൺഗ്രസിന് ഗുണമായി മാറും. അപ്പം ഒരു വലിയ പ്രതിസന്ധിയും CPM തിരുവനന്തപുരത്ത് നേരിടുന്നു. അപ്പോൾ എന്താണെങ്കിലും സുഗതൻ 31-ന്റെ കൗൺസിൽ യോഗത്തിൽ എന്തായാലും പങ്കെടുക്കുകയില്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സുഗതൻ അയോഗ്യനാക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൻ്റെ വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുക.